നമുക്കിനി വരും ദിവസങ്ങളിൽ അറിയാം അല്ലേ ഇതിൽ എന്ത് ഡീലാ ഇനിയുള്ളത് എന്നുള്ളത്. എന്തായാലും ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വലിയ സംഭവമാണ്. കാരണം നിയമപരമായ ഉത്തരവാദിത്വം ഉണ്ടോ ഇല്ലയോ എന്നതിനേക്കാളും ജനസമൂഹം ചർച്ച ചെയ്യുന്ന മോറൽ റെസ്പോൺസിബിലിറ്റി തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ അത് ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിക്കും, കഴക്കൂട്ടം മണ്ഡലത്തെ അതെങ്ങനെ സ്വാധീനിക്കും എന്നുള്ളതൊക്കെ അറിയാൻ നമ്മൾ കുറച്ച് ദിവസം കൂടി കാത്തിരിക്കേണ്ടി വരും. അങ്ങനെയല്ലേ ഹാഷ്മി? ഉറപ്പായും യഥാർത്ഥത്തിൽ തനേഷ് തമ്പിയുടെ ഒരു മാധ്യമ പ്രവർത്തന കൗശലത്തിലുണ്ടായ ചോദ്യത്തിലുണ്ടായ മറുപടിയാണ്. അത് കടകംപള്ളി സുരേന്ദ്രൻ യഥാർത്ഥത്തിൽ പറയാൻ ഉദ്ദേശിച്ചതല്ല. തനേഷ് തമ്പി മാധ്യമ കൗശലം ഉണ്ടായി. തനേഷ് തമ്പി ചോദിക്കുന്നു, അതിൽ ധാർമ്മിക ഉത്തരവാദിത്വം ഇല്ലേ എന്ന് ചോദിക്കുന്നു. ഇല്ലെന്ന് പറയാൻ കഴിയില്ല എന്ന് കടകംപള്ളി. അദ്ദേഹത്തിന് ഉള്ളിലുള്ള യഥാർത്ഥ വസ്തുത പുറത്തേക്ക് വന്നതാണ്. ധാർമ്മിക ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ള സമ്മതിക്കൽ കുറ്റസമ്മതം. SK നോക്കൂ, ഇവിടെ തുറക്കം മുതൽ ഒരു കാര്യം ഉറപ്പാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള എന്നുള്ളത് കേരളം ഞെട്ടിയ രാജ്യത്തിന്റെ അഭിമാന സ്തംഭം. ഞാൻ ഇന്നലെ പറഞ്ഞു, രാജ്യത്തിന്റെ മതേതര സ്തംഭമാണ് അവിടെ ഉണ്ടായ ഒരു ക്ഷേത്രക്കൊള്ള എന്ന് പറയുന്നത് അത് കേവലം കവർച്ചയല്ല, അത് വിശ്വാസി വികാരത്തെ മുറിപ്പെടുത്തുന്നതാണ്. അത് കേവലം അഡ്മിനിസ്ട്രേറ്റീവ് വീഴ്ച മാത്രമാണ്. ഏതെങ്കിലും തരത്തിൽ മറ്റു ഉത്തരവാദിത്തങ്ങൾ ഇല്ല എന്ന നിലപാടായിരുന്നു ഇതുവരെ ആവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇത് ഫസ്റ്റ് ടൈമിൽ ഈ പറയുന്ന വിവാദമുണ്ടായ ആദ്യമായാണ് ആ സമയത്ത് ദേവസ്വം മന്ത്രി പറയുന്നത്. SK നമുക്ക് എല്ലാവർക്കും അറിയാം, ഇതിൽ രാഷ്ട്രീയ ഉത്തരവാദിത്തം, ധാർമ്മിക ഉത്തരവാദിത്തം സർക്കാരിനും ആ മന്ത്രിക്കും ഉണ്ട് എന്നുള്ള കാര്യം പകൽ പോലെ വ്യക്തമാണ്. പക്ഷേ ഇതാദ്യമായാണ് ഒരു മന്ത്രി വന്ന് ധാർമ്മിക ഉത്തരവാദിത്തം എനിക്കുണ്ട് എന്ന കാര്യം പറയുന്നത്. അതോടൊപ്പം ബാക്കി രാഷ്ട്രീയ നേതാക്കളൊക്കെ ഏറ്റുപിടിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് SK ഈ സമയത്ത് ശബരിമല ക്ഷേത്രമുള്ള സമയത്ത് അതിന് ബദലായി വന്ന ശബരിമല കൊടിമര പുനഃപ്രതിഷ്ഠയിൽ ഏതെങ്കിലും തരത്തിൽ കവർച്ചയോ ക്രമക്കേടോ ഉണ്ടായിട്ടില്ല എന്ന ഹൈക്കോടതിയുടെ തീർപ്പ്. ഇതുകൂടി വരുമ്പോഴേക്കും രണ്ടും കൂടി ചേരുമ്പോഴേക്കും അത് UDF അഡ്വാൻറ്റേജ് UDF ഒരു പ്രചരണ വിഷയമാകുന്നുണ്ട്. ഉറപ്പായും അവർ പിടിക്കും. എനിക്ക് തോന്നുന്നു ഇത്ര ആൾ പിടിക്കുന്നുണ്ടായിരുന്നില്ല. അത് ഇലക്ഷൻ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ ആഞ്ഞു കത്തും എന്നാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.